രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ മേഖലകളിൽ നിലപാടുകൾ വ്യക്തമാക്കി സിറോ മലബാർ സഭാ ബിഷപ്പുമാർ. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ കൃത്യമായ ദിശാബോധം നൽകാൻ കഴിവുള്ള നേതാവാണ് ശശി തരൂരെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. സഭയെയും സമുദായത്തെയും മാധ്യമങ്ങളും സിനിമകളും ഇരുട്ടിന്റെ മറവിൽ നിർത്താനാണ് ശ്രമിക്കുന്നതെന്ന വിമർശനമാണ് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഉന്നയിച്ചത്. കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് നസ്രാണി യുവശക്തി സംഗമത്തിലാണ് ബിഷപ്പുമാർ നിലപാടുകൾ വ്യക്തമാക്കിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ശശി തരൂരിനെ പുകഴ്ത്തിയത്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ കൃത്യമായ ദിശാബോധം നൽകാൻ കഴിവുള്ള നേതാവാണ് തരൂർ എന്നായിരുന്നു ബിഷപ്പിന്റെ പരാമർശം. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കൃത്യമായ ദിശാബോധം നൽകാൻ കഴിവുള്ളവർ നമ്മുടെ സമകാലിക കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിട്ട് വരണം, സാംസ്കാരിക മുഖമായിട്ട് വരണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മേഖലകളെ നയിക്കാൻ കരുത്തുള്ള വ്യക്തിയാണ് എന്റെ മുമ്പിൽ ആദരണീയനായ ശ്രീ ശശി തരൂരെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശശി തരൂരിനെ സദസ്സിലിരുത്തിയായിരുന്നു ബിഷപ്പിന്റെ പരാമർശം. മാധ്യമങ്ങളും സിനിമകളും സഭയുടെ അഭിമാനബോധത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന രൂക്ഷ വിമർശനമാണ് മുഖ്യപ്രഭാഷണം നടത്തിയ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഉന്നയിച്ചത്. മമ്മൂട്ടി ചിത്രമായ കാതലിന്റെ കഥാപാത്രങ്ങളെ ഉദ്ധരിച്ചായിരുന്നു വിമർശനം. വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു സിനിമയില് അത് ഹോമോസെക്സ്വാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്ററിൽ കാണുന്നില്ല. അത്രയേ ഉള്ളൂ. സഭയെയും സംസ്കാരത്തെയും ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത വേണമെന്നും ബിഷപ്പ് തറയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കോട്ടയം.